ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മണിപ്പൂരിൽ കലാപങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയുന്നില്ല. വംശീയ കലാപം തുടങ്ങി 1.5 വർഷം പിന്നിട്ടിട്ടും പതിനായിരങ്ങൾ ഭവനരഹിതരാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൈനികരുടെ നേതൃത്വത്തിലാണ് പല കുടുംബങ്ങളും ക്രിസ്മസിനെ വരവേൽക്കുന്നത്. വംശീയ കലാപം തുടങ്ങി 1.5 വർഷം പിന്നിട്ടിട്ടും ജീവിതം വഴിമുട്ടിയവരാണ് മണിപ്പൂരിലെ ജനത. വീടില്ലാത്തവർ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടവർ. ഇവിടെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ പുൽക്കൂടൊരുങ്ങിയിട്ടില്ല. മണിപ്പൂരിലെ ദുരന്തം പേർന്ന മനുഷ്യർ ക്രിസ്തുമസിനെ വരവേൽക്കുന്നതും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ 10,000-കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടും അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. 250-ലധികം പേർ കൊല്ലപ്പെട്ട മണിപ്പൂർ കലാപത്തിനു ശേഷം ഇതുവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിൽ ആക്ഷേപവും ശക്തമാണ്. ദിനംപ്രതി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും പലർക്കും മതിയായ ചികിത്സ ഉറപ്പുവരുത്താൻ പോലും BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയി. ആയിരക്കണക്കിന് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് താൽക്കാലിക അഭയം പ്രാപിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൈനികരുടെ നേതൃത്വത്തിലാണ് കുഞ്ഞുങ്ങൾ ഇത്തവണ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. മണിപ്പൂരിൽ 200-ൽ പരം ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടതിലും BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ മറുപടിയില്ല. കൈരളി ന്യൂസ്, ദില്ലി.